പക്ഷെ ദുബായിൽ ജോലി അന്വേഷിച്ച് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? രണ്ടെണ്ണുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ജോലിക്ക് കേറിയിട്ട് സാലറി ഇല്ലാണ്ട് ഏകദേശം 1.5 മന്ത്സിന് മേലെ ഞാൻ വർക്ക് ചെയ്തു. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു. അതായത് റിട്ടേൺ ഉണ്ടായിരുന്നു, 3 സ്റ്റേജസ് ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ ഒക്കെ എല്ലാം അടിപൊളിയായിരുന്നു. അത് ഈവൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് HR കൈ കൊടുത്ത് ഞാൻ ഇറങ്ങി. അവരും ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു മലയാളി സ്റ്റാഫ് വന്നിട്ട് എന്നോട് പറഞ്ഞു, അതായത് ഇന്റർവ്യൂ എല്ലാം ഓക്കെ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അവര് 1 മന്ത് സാലറി നമുക്ക് പുള്ളിക്ക് കൊടുത്താല് നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഇതെല്ലാം റെഡി ആക്കി തരാം. അപ്പൊ നിലവിൽ ജോലി എന്റെ ആവശ്യമായതുകൊണ്ടും 1 മാസം സാലറി ഇല്ലേ, സാലറി ഒരുവിധം ഉണ്ടായിരുന്നതാണ്. പാക്കേജ് ഗുഡായിരുന്നു. അപ്പൊ അന്നേരം എങ്ങനെയൊക്കെയോ ഞാൻ അറേഞ്ച് ചെയ്ത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പൈസ ഇടിയിപ്പിച്ച് ആ പൈസ കൊടുത്തു കഴിഞ്ഞ് 2 ദിവസം കോണ്ടാക്ട് ഉണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം മുതൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. എന്റെ പൈസയും പോയി, ഇന്റർവ്യൂ ഇല്ല, അവരോട്ട് വിളിച്ചുമില്ല. അതാണ് വേറൊരു മോശം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദുബായിൽ ജോലി അന്വേഷിച്ച് പോകണവരൊക്കെ ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ഒരു ഫേക്ക് ആണോ എന്നുള്ളത് നല്ലോണം അന്വേഷിക്കണം. ഈവൻ എസ്പെഷ്യലി എന്റെ ഒരു അനുഭവം വെച്ചിട്ട് മലയാളികളാണ് കൂടുതലും ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. ദുബായെ സംബന്ധിച്ചോളം ഇങ്ങനെ കാശ് കൊടുത്ത് കയറേണ്ട ആവശ്യം ഒരു തരത്തിൽ ഇല്ല. അവിടെ ഒരുപാട് വാക്കൻസി അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്, പക്ഷെ അത് നമ്മളിലേക്ക് എത്തുന്നത് ഏത് ഏജൻസിയിലൂടെ ആണെന്നുള്ളതും കൂടെ നമ്മൾ കൺഫേം ചെയ്യണം. ചിലത് പൈസ പിടുങ്ങാനായിട്ട് മാത്രം ഇരിക്കുന്ന കുറെ ഏജൻസീസ് ഉണ്ട്. ഫേക്ക് ഏജൻസീസ് അല്ല എന്നുള്ളത് കൺഫേം ചെയ്യണം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ ഒക്കെ അന്വേഷിച്ചിട്ടും കണ്ടിട്ടും ഒക്കെ വേണം. അന്ന് എനിക്ക് പറ്റിയത് ആർക്കും പറ്റരുത്. ഒരു ജോലിക്ക് കയറി, സാലറി ഇല്ല. 1.5 മാസം ഞാൻ വർക്ക് ചെയ്തു, സാലറി തന്നില്ല. പിന്നെ ദുബായ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതൊന്നും മീറ്റ് ചെയ്യാൻ പറ്റണില്ല സാലറി ഇല്ലാതെ. പിന്നെ നാട്ടിൽ നിന്ന് ദുബായിക്ക് പൈസ അയച്ചാണ് എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ. സാലറി ഇല്ലാണ്ട് വർക്ക് ചെയ്യുക, അതായത് പിന്നെ വിസ ചേഞ്ച് ചെയ്ത് തരാതിരിക്കുക. അപ്പൊ അങ്ങനെ കുറെ എന്താ പറയാ പറ്റിക്കല് ഉണ്ടായിട്ടുണ്ട്. എന്താ പറയാ, ഫുഡിനൊന്നും ഞാൻ ഇന്ന് വരെ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു 6 മന്ത്സ് ഞാൻ എന്താ പറയാ, ഈവൻ ഫുഡിന്റെ വില അറിഞ്ഞു, പൈസയുടെ വില അറിഞ്ഞു. അതായത് എന്റെ അപ്പന്റെ അമ്മയുടെയും വില അറിഞ്ഞു. എന്താ പറയാ, എല്ലാം ലൈഫ് എന്താണെന്ന് തന്നെ ദുബായ് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ദുബായിയോട് എന്താ പറയാ, കാഴ്ചക്ക് പുറമെ നിന്ന് കാണാനുള്ള ഇഷ്ടമല്ലാണ്ട് നിൽക്കാൻ താല്പര്യമില്ല.